ഹായ്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ഒരു പദം ദീസ് എന്നതാണ്. ദീസ് എന്ന് പറഞ്ഞാൽ അതിന് മലയാളത്തിൽ ഇവ എന്ന് പറയും. അതായത് അടുത്തിരിക്കുന്ന ഒരു കൂട്ടം വസ്തുക്കളെ സൂചിപ്പിക്കുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ദീസ് എന്ന് പറയുന്നത്. ഇവ എന്നാണ് അതിന്റെ അർത്ഥം. എങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻസി യൂസിങ് മൈൻഡ് പതി സീക്രട്സ് എന്ന പ്രോഗ്രാമിലെ 4 പാറ്റേൺസ് ഈ ഒരു വേർഡിലൂടെ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം. ദീസ് ആർ ബുക്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. ദീസ് ആർ ബുക്സ്, ഇവ ബുക്കുകളാണ്, അല്ലെങ്കിൽ ഇവ പുസ്തകങ്ങളാണ്. അടുത്ത് ആർ ദീസ് ബുക്സ്, ആർ ദീസ് ബുക്സ് എന്ന് പറയുമ്പോൾ ഇത് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആയി മാറി. എന്ന് പറഞ്ഞാൽ ഇവ പുസ്തകങ്ങളാണോ. അടുത്ത് ദീസ് ആർ നോട്ട് ബുക്സ് എന്ന് പറഞ്ഞാൽ ഇവ പുസ്തകങ്ങൾ അല്ല എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സെന്റൻസ് ആയി മാറുന്നു. ആറിന്റെ ദീസ് ബുക്സ് എന്ന് പറയുമ്പോഴേക്കും അത് നെഗറ്റീവ് ക്വസ്റ്റ്യനായി മാറുന്നു. അവ പുസ്തകങ്ങൾ അല്ലേ, അവ പുസ്തകങ്ങളാണ്, അവ പുസ്തകങ്ങളാണോ, അവ പുസ്തകങ്ങളല്ല, അവ പുസ്തകങ്ങൾ അല്ലേ. ഇങ്ങനെ ഏതൊരു വേർഡിനെയും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് 4 പാറ്റേൺസ് ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഫോർമുലയാണ് ഇംഗ്ലീഷ് ഫ്ലുവൻസി യൂസിങ് മൈൻഡ് പതി സീക്രട്സിൽ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. താങ്ക് യു.